ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ടിലെ ശുപാർശകൾ അടിയന്തരമായി നടപ്പിലാക്കുന്നതിന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ വകുപ്പ് സെക്രട്ടറിമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് ന്യൂനപക്ഷ ക്ഷേമ മന്ത്രി വി അബ്ദുറഹ്മാൻ പറയുകയാണ്. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് നടപ്പിലാക്കേണ്ട കമ്മീഷൻ ശുപാർശകൾ 40 എണ്ണമാണ്. ഇതിൽ 33 എണ്ണം നടപ്പിലാക്കി കഴിഞ്ഞതായും കൂടാതെ സംസ്ഥാനത്തെ 37 വകുപ്പുകൾ നടപ്പിലാക്കേണ്ടവയാണെന്നും മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി കത്തോലിക്ക കോൺഗ്രസ് വക്താവ് ഡോക്ടർ ജോസുകുട്ടി ഒഴികേൽ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ജോസാറെ, ഇപ്പോൾ നമ്മൾ കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട്. അത് പുറത്തുവിടാതെ തന്നെ 2 or 3 പ്രാവശ്യം വരെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശങ്ങൾ പലതും നടപ്പിലാക്കി എന്ന് പറയുകയും ചെയ്തു. നമ്മൾ ഒന്നും മിണ്ടാതിരിക്കുന്നത് കൊണ്ടാണോ ഇവർ അടിക്കടിയുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത്? എന്താണ് അങ്ങേക്ക് തോന്നുന്നത്? ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടണം. ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് പൂർണ്ണ രൂപത്തിൽ പുറത്തുവിടണം. അതിലെ ശുപാർശകളുടെ ഭാഗം മാത്രം പല സോഴ്സുകളിൽ നിന്നായിട്ട് ജനങ്ങൾ ലഭ്യമാകുന്ന രീതിയിൽ ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട്. ഏതാണ്ട് 284 ശുപാർശകൾ. പക്ഷെ അത് പോരാ. ആ ശുപാർശകളിലേക്ക് എത്തിയ കാര്യങ്ങൾ ആ ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ടിൽ ഏതാണ്ട് 7-8 ചാപ്റ്ററുകൾ ഉണ്ടെന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. അതിൽ ഒരു ചാപ്റ്റർ മാത്രമാണ് ഈ ശുപാർശകൾ. അതല്ലാതെ ഈ കമ്മീഷന്റെ ഫൈൻഡിങ്സ്, കമ്മീഷന്റെ ലോജിക്ക്, ഏതൊക്കെ കാരണങ്ങളിൽ എങ്ങനെയൊക്കെയാണ് ഓരോ തീരുമാനങ്ങളിലേക്ക് എത്തിയത് തുടങ്ങി വിവിധങ്ങളായ ഘടകങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഈ ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് എത്രമാത്രം സമുദായത്തിനും അതുപോലെ തന്നെ ക്രൈസ്തവർക്കും ഗുണകരമാകുകയുള്ളൂ, അതിൽ ഏതൊക്കെ നടപടികളാണ് മുൻഗണനാ അടിസ്ഥാനത്തിൽ നടപ്പാക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടാവുള്ളൂ. ഇത് അതിനൊന്നും പറയാതെ മെയ് മാസം 17-ാം തീയതി 2021 മെയ് മാസം 17-ാം തീയതി സമർപ്പിച്ച റിപ്പോർട്ട് ഇപ്പൊ ഇത്ര നാളായിട്ടും അത് പുറത്തുവിടാനായിട്ട് ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. 2 വർഷം കഴിഞ്ഞു, 2.5 വർഷത്തോളം ആവുകയാണ്. അപ്പൊ ഈ സാഹചര്യത്തിൽ ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വളരെ ശക്തമായി ഗവൺമെന്റിനോട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പ് നടത്തിയ അവകാശ സംരക്ഷണ യാത്രയിൽ നമ്മൾ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളൊന്ന് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കണമെന്നും, അത് നടപ്പാക്കുന്നത് എന്ന് പറയുന്നത് അതൊരു ഔദാര്യമല്ല, നീതി എന്ന് പറയുന്ന ഒരു അവകാശമാണ്. ആ അവകാശം നേടിത്തരത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടാകണമെന്നും അതിശക്തമായി ആവശ്യപ്പെട്ടാണ്. എന്നാൽ ആ റിപ്പോർട്ട് പുറത്തുവിടാതെ ഞങ്ങൾ നടപ്പാക്കി എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ക്രൈസ്തവ സമൂഹത്തെ ഒന്നാകെ കബളിപ്പിക്കുന്നതിന് തുല്യമാണ്. എന്താണ് നടപ്പാക്കിയെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ ശുപാർശകൾ നടപ്പാക്കി, 37 നടപ്പാക്കി, 27 നടപ്പാക്കി എന്ന് പറയുന്നല്ലാതെ എവിടെ നടപ്പാക്കി, എങ്ങനെ നടപ്പാക്കി, അതിന്റെ ഗുണഭോക്താക്കൾ ആരൊക്കെയാണ്, എന്തെല്ലാം ഗുണങ്ങളാണ് അതുകൊണ്ട് സമുദായത്തിനും അല്ലെങ്കിൽ ക്രൈസ്തവർക്ക് ലഭിച്ചിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചൊന്നും യാതൊരു ധാരണയും നൽകുന്നില്ല. അതിന് പകരം ഇത് എന്തിനാണ് ഇത് മറച്ചു വെക്കുന്നത്? ഇത് പുറത്തുവിട്ടാൽ ആർക്കെന്താണ് തകരാറ്? എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഗവൺമെന്റും ഈ കാര്യങ്ങൾ മറച്ചു വെക്കാൻ, ഈ കാര്യങ്ങൾ പുറത്തുവിടാൻ മടി കാണിക്കുന്നത്? ഇത് തീർച്ചയായും ക്രൈസ്തവർക്കിടയിൽ വളരെ സന്ദേഹത്തിനും അതുപോലെ തന്നെ ആകുലതകൾക്കും അതോടൊപ്പം ഗവൺമെന്റിന്റെ സമീപനത്തെ സംബന്ധിച്ച് വലിയ സംശയത്തിനും ഇടയായിട്ടുണ്ട്. നമ്മൾ ഇവിടെ അടുത്തിടെ ഒരു ബഡ്ജറ്റ് ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി. സാധാരണഗതിയിൽ സാമ്പത്തിക ബാധ്യതയുള്ള ഏതൊരു പരിപാടി നടപ്പാക്കണമെങ്കിലും അതിനുള്ള ഫണ്ട് അലൊക്കേഷൻ ബഡ്ജറ്റിൽ ഉണ്ടാകണം. എന്നാൽ ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ടിൽ ഏതെങ്കിലും ഒരു ശുപാർശ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഫണ്ട് അനുവദിച്ചതായിട്ട് ഈ ബഡ്ജറ്റ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അപ്പൊ ഇവിടെ ശരിക്കും ഇത് ഈ ബഹുസ്വര സമൂഹത്തിൽ ക്രൈസ്തവ സമൂഹത്തെ മൊത്തത്തിൽ അവഹേളിക്കുകയും അവരെ പാർശ്വവൽക്കരിക്കുകയും ചെയ്യുന്ന ഗവൺമെന്റിന്റെ സമീപനമാണ് ഈ ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഇപ്പൊ കാണുന്നത്. അബ്ദുറഹ്മാൻ പറഞ്ഞത് തന്നെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് വഴി 33 ശുപാർശകൾ നടപ്പാക്കുന്നു, 37 ശുപാർശകൾ നടപ്പാക്കുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷെ ഏത് ശുപാർശകൾ എങ്ങനെയാണ് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ടിന്റെ അകത്ത് ഉണ്ടായിരുന്ന ശുപാർശകളിൽ ഏത് ശുപാർശകൾ എവിടെ എങ്ങനെയാണ് നടപ്പാക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നില്ല. അപ്പൊ അതുകൊണ്ട് മുഖ്യമന്ത്രി നിർദ്ദേശം കൊടുത്തു എന്ന് പറയുന്നതും നടപ്പാക്കുന്നു എന്ന് പറയുന്നതും ഒക്കെ ക്രൈസ്തവ സമൂഹം ഒരു വിവരമില്ലാത്തവരും കാര്യങ്ങൾ മനസ്സിലാക്കാൻ കെൽപ്പില്ലാത്തവരുമാണ് എന്ന ധാരണയിൽ നിന്നുകൊണ്ടാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് വളരെ കൃത്യമായിട്ട് പറയാനായിട്ടാണ് കത്തോലിക്ക കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്. കത്തോലിക്ക കോൺഗ്രസ് വളരെ ശക്തമായി പറഞ്ഞിട്ടുണ്ട്, നീതി നിഷേധിക്കപ്പെട്ടാൽ അതിനോട് ഞങ്ങൾ കൃത്യമായി പ്രതികരിക്കും. നീതിക്ക് വേണ്ടിയാണ് ക്രൈസ്തവ സമൂഹത്തിന്റെ പോരാട്ടങ്ങൾ എന്ന് നടന്നിട്ടുള്ളത്. ഇപ്പോഴും കത്തോലിക്ക കോൺഗ്രസ് നിലപാടെടുത്തിരിക്കുന്നത് നീതി അവകാശമാണെന്ന് തന്നെയാണ്. അത് സാധാരണക്കാരായ ജനങ്ങള്, കർഷകര്, അതുപോലെ വിദ്യാർത്ഥികള്, തൊഴിലില്ലാത്തതിന്റെ പേരിൽ നാട് വിട്ടുപോകാൻ നിർബന്ധിതരാകുന്നവര്, നമ്മുടെ വിദ്യാലയങ്ങളിൽ ജോലിയെടുക്കുന്നവര് തുടങ്ങി വിവിധ വിഭാഗം ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രതിസന്ധി നേരിടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഗവൺമെന്റ് ക്രൈസ്തവരെ വിഡ്ഢികളാക്കാമെന്ന് വിചാരിച്ചുകൊണ്ടുള്ള ഒരു സമീപനം സ്വീകരിക്കേണ്ടതില്ല. എത്രയും പെട്ടെന്ന് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടണം. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ റിപ്പോർട്ട് പുറത്തുവിടാനായിട്ട് ഗവൺമെന്റ് തയ്യാറാകണം. ഇല്ലെങ്കിൽ
ക്രൈസ്തവരെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് ക്രൈസ്തവരുടെ അവകാശങ്ങൾ നിഷേധിച്ചുകൊണ്ട് ഗവൺമെന്റ് ക്രൈസ്തവരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് വളരെ കൃത്യമായി തന്നെ പറയാനായിട്ട് ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. മറ്റൊരു കാര്യം ഞാൻ ചോദിച്ചോളട്ടെ, ചങ്ങയില്ലാതെയാണ് ഈ മുന്നറിയിപ്പ് നൽകുന്നത്. ഓക്കെ ജോസാറെ, മറ്റൊരു കാര്യം, ഈ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് മാത്രമാണല്ലോ ക്രൈസ്തവരോടുള്ളവരുടെ സ്നേഹമൊക്കെ വെളിവാകുന്നത്. അപ്പോഴാണ് പറയുന്നത് JB കോശി കമ്മീഷൻ റിപ്പോർട്ടുകൾ നടപ്പിലാക്കുന്നു, മറ്റുള്ള ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് തരുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നിർദ്ദേശങ്ങളും ഒരുപാട് കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു. ഇത് ക്രൈസ്തവർ മനസ്സിലാക്കുന്നില്ല എന്നാണോ ഈ സർക്കാരിൻ്റെയൊക്കെ ഒരു വിചാരം? ഇത് ചരിത്രപരമായ അനീതിയാണ് ഇപ്പോൾ ക്രൈസ്തവരോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. തികഞ്ഞ അനീതിയാണ്. അപ്പോ സർക്കാർ ഇപ്പൊ പറഞ്ഞ പോലെ സർക്കാരിന്റെ ആ ധാരണ തിരുത്താൻ നമ്മൾ തയ്യാറാകും. ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നീതി നൽകാത്തവർക്ക് വോട്ടില്ല എന്ന നിലപാടിലേക്ക് ഒരുപക്ഷെ വരേണ്ടി വരുമായിരിക്കും. ഇതുവരെ നമ്മൾ അത്തരത്തിലൊരു നിലപാടിലേക്ക് വന്നിട്ടില്ല. അത് അത്തരമൊരു നിലപാടിലേക്ക് എത്താതിരിക്കണമെങ്കിൽ ഗവൺമെന്റ് ചെയ്യേണ്ടത് ഈ നിലവിലുള്ള പ്രതിസന്ധികൾ പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ്. എന്താണ് ഗവൺമെന്റിന്റെ പ്രശ്നം? കേന്ദ്ര നിയമമാണോ പ്രശ്നം? പണമില്ലാത്തതാണോ പ്രശ്നം? അതല്ല വകുപ്പുകളുടെ റിപ്പോർട്ട് പരിശോധിക്കുന്നു എന്ന് പറയുന്നു. 3 വർഷമായിട്ട് റിപ്പോർട്ട് പരിശോധിച്ച് തീരാൻ എന്താ കഴിയാത്തത്? 3 വർഷം കൊണ്ട് നമുക്ക് ഒരു PhD എടുക്കാം. 3 വർഷം മതി PhD എടുക്കാനായിട്ട്. അപ്പൊ ഒരു PhD എടുക്കാവുന്ന സമയം, ഒരു ഡിഗ്രി കോഴ്സ് പാസ്സാകുന്ന സമയം ആയിട്ട് ഇതുവരെയും ഇവർക്ക് പഠിച്ചു തീരാൻ പറ്റിയിട്ടില്ലെന്നുണ്ടെങ്കിൽ, ഞാൻ ഈ പഠനത്തെ കുറിച്ച് പറയാൻ കാര്യം, ഞാൻ തന്നെ കത്തോലിക്ക കോൺഗ്രസ് ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് വിവരാവകാശം നിയമം വെച്ചുകൊണ്ട് നമ്മൾ ഈ രേഖകൾ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടായിരുന്നു പ്രസിദ്ധപ്പെടുത്തണമെന്ന്. അപ്പോൾ അതിന് കിട്ടിയ മറുപടി, വിവരാവകാശ നിയമത്തിലെ വകുപ്പ് അനുസരിച്ച് ഒരു കാര്യം മന്ത്രിസഭയുടെ പരിഗണനയിലാണെങ്കിൽ അത് പരിഗണനയിൽ ഇരിക്കുന്ന സമയത്ത് അത് പുറത്തുവിടാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പൊ ഇപ്പൊ 3 വർഷമായിട്ട് ഇവർ പഠിച്ചു തീർന്നില്ല എന്നുണ്ടെങ്കിൽ ഇവരുടെ പഠനശേഷി എന്തുമാത്രമുണ്ട് എന്ന് ജനങ്ങൾക്ക് ഇപ്പൊ സംശയമുണ്ട്. അങ്ങനെ തീരെ പഠനശേഷി ഇല്ലാത്ത, തീരെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കെൽപ്പില്ലാത്ത ആളുകൾ ഇനി അവിടേക്ക് പോകണമോ എന്നും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ അവഗണനാ സമീപനം എന്ന് പറയുന്നത് ഈ ഒരു കാരണവശാലും ഇനി അംഗീകരിക്കില്ല. എത്രയും പെട്ടെന്ന് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാനായിട്ട് ഗവൺമെന്റ് തയ്യാറാകണം. കഴിഞ്ഞ എത്ര നാളുകളായി തീർച്ചയായിട്ടും സാർ പറഞ്ഞത് വളരെ വ്യക്തമായ ഒരു കാര്യമാണ്. അതായത് നമ്മൾ ഒന്നുകൂടി ക്രൈസ്തവർ ഒന്നുകൂടി ചിന്തിക്കേണ്ടി വരും വരുന്ന തെരഞ്ഞെടുപ്പിൽ, അതായത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ക്രൈസ്തവർക്ക് നീതി ലഭിച്ചില്ലെങ്കിൽ തീർച്ചയായും അവർ വോട്ട് ചെയ്യണോ എന്ന കാര്യം തന്നെ ചിന്തിക്കേണ്ടി വരും എന്ന വലിയൊരു താക്കീത് തന്നെയാണ് അങ്ങ് ഇപ്പോൾ നൽകിയത്. എന്തായാലും വളരെ വ്യക്തമായ ഒരു മറുപടി തന്നെയാണ് കേരള കത്തോലിക്ക കോൺഗ്രസിൻ്റെ വക്താവായ ഡോക്ടർ ജോസുകുട്ടി ഒഴികയിലാണ് ഇപ്പോൾ നമ്മളോടൊപ്പം സംസാരിച്ചത്. വളരെ നന്ദി സാർ.